നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ BSc നഴ്സിംഗിന് 2026 അഡ്മിഷൻസ് നിരവധി കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഈ ഒരു സമയത്ത് എല്ലാവരും +2 എക്സാമിന്റെ പുറകെയായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പല കുട്ടികളും ഒരു പക്ഷേങ്കിൽ എക്സാം തയ്യാറെടുപ്പുകളും കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് KCT എൻട്രൻസ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അത് ഓൾറെഡി ജനുവരി മാസം 17-ാം തീയതി അതിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫെബ്രുവരി മാസം 16-ാം തീയതി വരെ മാത്രമാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുക. പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികളെ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് +2 എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുക. ആ ഒരു സമയത്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ കഴിഞ്ഞു പോവുകയും അപ്പോൾ പല കുട്ടികൾക്കും എക്സാംസ് എഴുതാൻ സാധിക്കാതെ നല്ല കോളേജുകളിലൊക്കെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് KCT എൻട്രൻസ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻസ്. ഏകദേശം 2500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ തന്നെ നമ്മൾ കർണാടകയിലുള്ള ഏതെങ്കിലും സെന്ററിലായിരിക്കും പരീക്ഷ എഴുതുവാനായിട്ട് പോകേണ്ടത്. അതും ഓൾറെഡി നേരത്തെ തന്നെ അവർ അഡ്വാൻസ് ആയിട്ട് നേരത്തെ അതിന്റെ എക്സാം ഡേറ്റുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മാസം 23, 24 2 ദിവസങ്ങളായിട്ടാണ് ഈ എക്സാംസ് നടത്തപ്പെടുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നിരവധി കുട്ടികൾ കേരളത്തിൽ നിന്നും എക്സാംസ് എഴുതുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാനും സാധിച്ചിരുന്നു. ഈ ഒരു വർഷം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ് ഈ പറയുന്ന KCTയുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അഡ്മിഷൻസ് ഏറ്റവും മികച്ച കോളേജുകളിൽ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ കുട്ടികളാണ് KCT എൻട്രൻസ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ BSc നഴ്സിംഗിന് 2026 അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികളാണോ, ഏകദേശം 10 ലക്ഷം റേഞ്ചിൽ നിങ്ങൾ പാക്കേജ് ഉള്ള അല്ലെങ്കിൽ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണോ, ഏറ്റവും മികച്ച കോളേജുകളിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ച നിരയിലുള്ള കോളേജുകളിലേക്കാണോ നിങ്ങൾ അഡ്മിഷൻസ് നോക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും KCT എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻസ് നൽകേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ തന്നെ തുടങ്ങുന്നത് +2 മാർക്കുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം, അതായത് +2 റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേരളത്തിലെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ലെവലിലോട്ട് അല്ലെ ഏത് റേഞ്ചിലുള്ള കോളേജുകളിലേക്കായിരിക്കും കേരളത്തിൽ അഡ്മിഷൻസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ കേരളത്തിലുള്ള കോളേജുകളെക്കാളും വളരെ മികച്ച രീതിയിൽ പോകുന്ന പല കോളേജുകളും കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് സെന്റ് ജോൺസ്, JSS, ഫാദർ മുള്ളേഴ്സ്, അങ്ങനെയുള്ള നിരവധി കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയാണ് KCT എൻട്രൻസ് വഴി സാധിക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന പല കുട്ടികളും ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവാതെ പല ഏജന്റുമാരുടെ വാക്കുകൾ വിശ്വസിച്ച് ഉയർന്ന ഡൊണേഷൻസ് ഒക്കെ നൽകി പല മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അവര് ഈ പറയുന്ന രീതിയിൽ KCT എൻട്രൻസ് വഴി തന്നെയായിരിക്കും മാക്സിമം മൂവ് ചെയ്യുക. അപ്പോൾ വളരെയധികം ഫീസ് കുട്ടികളുടെ സൈഡിൽ നിന്നും ഈടാക്കാറുണ്ട്. എങ്കിൽ തന്നെ KCTയുടെ എൻട്രൻസിന്റെ അലോട്ട്മെന്റ് മുഖേന മാത്രമായിരിക്കും ഈ പറഞ്ഞ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് നേടാനായിട്ട് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം 20ഓളം വരുന്ന സ്റ്റെപ്പുകളാണ്, അതായത് ആപ്ലിക്കേഷൻ മുതൽ കോളേജ് ജോയിനിങ് വരെയുള്ള സ്റ്റെപ്പുകൾ, ഏകദേശം 20ഓളം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകളിലെല്ലാം നമ്മൾ ഗൈഡൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ KCTയുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് KCT ബാച്ച് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഏതെങ്കിലും കുട്ടികൾക്ക് ഈ ഒരു വർഷം 2026 നിങ്ങൾക്ക് KCT എൻട്രൻസിനുള്ള ഗൈഡൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള അതിന്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ എല്ലാ ഹെൽപ്പുകളും സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാ ആഴ്ചകളിലും വീക്കെൻഡ് ക്ലാസ്സുകൾ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസും എല്ലാം നമ്മൾ ഈ ഒരു KCT ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നതാണ്. ഇത് കൂടാതെ തന്നെ എക്സാമിന് വേണ്ടിയുള്ള പ്രീ പ്രിപ്പറേഷൻസ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് നൽകുന്നതുമാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KCT എൻട്രൻസ് എക്സാംസ് എഴുതുന്നതുകൊണ്ടുള്ള മറ്റുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടുകൂടി മാത്രമായിരിക്കും ഇതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ അപ്ഡേറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ കേരളത്തിലെ ഏകദേശം സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ്. പലപ്പോഴും സംഭവിക്കുന്ന കേരളത്തിൽ കിട്ടുന്ന കോളേജിനേക്കാളും മികച്ച കോളേജുകൾ കർണാടകയിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേങ്കിലും ടോപ്പ് ലെവലിലുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ രണ്ടും സൈമൾട്ടേനിയസ്ലി കർണാടകയിലും കേരളത്തിലുള്ള മികച്ച കോളേജുകളിൽ അഡ്മിഷൻസ് കിട്ടുന്ന മുറയ്ക്ക് അതുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ കർണാടകയിലുള്ള എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ KCT ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മൾ കേരള എക്സ്ക്ലൂസീവ് ഗൈഡൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ലൈഫ് ടൈമിൽ ഒരു കോളേജിൽ മാത്രമാണ് നമ്മൾ പഠിക്കുക. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കയറി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.